ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് കേരളത്തിലെ വിശ്വാസികൾ. കൊല്ലത്തെ പെരുന്നാൾ ഒരുക്കങ്ങളെക്കുറിച്ച് ഷമീർ അബ്ദുൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെരുന്നാൾ രാവാണ്. പെരുന്നാൾ രാവിന് മൈലാഞ്ചി ചുവപ്പിൻ്റെ മൊഞ്ചാണ്. കൊല്ലം പള്ളിമുക്കിലെ പെരുന്നാൾ ആഘോഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മൈലാഞ്ചി അണിഞ്ഞ് എല്ലാവരും പെരുന്നാളിനെ ആഘോഷിക്കാനായി, പെരുന്നാളിനെ വരവേൽക്കാനായി ഒരുങ്ങുകയാണ്. എന്തായാലും ആ മൈലാഞ്ചി അണിഞ്ഞ മൊഞ്ചത്തിമാരുടെ അടുത്തേക്ക് തന്നെ വരാം. ഈ മൈലാഞ്ചി അണിഞ്ഞ എല്ലാ പെരുന്നാളിലും മൈലാഞ്ചി അണിയാറുണ്ട്? ഉണ്ട്. എല്ലാ പെരുന്നാളിലും ഉണ്ട്. അല്ലാതെ പെരുന്നാളിലുണ്ട്, അല്ലാതെ നമ്മൾ വാങ്ങിച്ചിടുകയൊക്കെ ചെയ്യും. ഇപ്പം പഴയനത്തെയും കാട്ടി ഇപ്പം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മൈലാഞ്ചിയൊക്കെ ഇടാറ് പതിവായിട്ട്. അരയ്ക്കുന്നതും അതൊക്കെ അങ്ങ് മാറി, മൊത്തം പുതിയ ജനറേഷൻ ആയിരിക്കാം. അല്ല, പഴയ കാലത്ത് അരയ്ക്കുന്ന മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്, ഇട്ടിട്ടുണ്ട്. കുറേ വെട്ട് ഇട്ടിട്ടുണ്ട്. ഉമ്മച്ചാമ്മ അരച്ചു തരും. ഞങ്ങളത് പിച്ച്, അതിനകത്ത് ഈ കുരു കണക്കത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിച്ച് മാറ്റി ഇലയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചു തരും. ഈ പഴയ കാലത്തെ മൈലാഞ്ചിക്കാണോ ചുവപ്പ് കൂടുതൽ, അതോ ഇപ്പം ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങുന്ന മൈലാഞ്ചിക്കാണോ? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കെമിക്കൽ ചേർത്ത് അത് പെട്ടെന്ന് ചുമക്കാൻ വേണ്ടി, ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ട് അവർ ഇപ്പോഴത്തെ ആ ജനറേഷൻ എന്താ പറയുക, അവർക്ക് ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല അവർക്ക്. അപ്പോൾ പെട്ടെന്ന് ചുമക്കുക, പെട്ടെന്ന് കൈ നല്ല വൃത്തിയായിട്ട് നല്ല ചുമന്ന് ഇരിക്കണം എന്നാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്കെല്ലാം ആഗ്രഹം. പഴയ കാലത്ത് പെരുന്നാൾ ഓർമ്മകൾ എന്തെങ്കിലും ഒരെണ്ണം പങ്കുവയ്ക്കാൻ പറ്റും? പഴയ കാലത്ത് ഞങ്ങളുടെ ഉമ്മച്ചാമ്മയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എപ്പോഴും മൈലാഞ്ചി ഇടുന്ന ഭയങ്കര, എപ്പോഴും പെരുന്നാളിനൊന്നും മാത്രമല്ല എപ്പോഴും മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഉമ്മയുടെ കുടുംബത്ത് പോകുമ്പം ഉമ്മച്ചാമ്മ എപ്പോഴും പറയും, മോളെ മൈലാഞ്ചി ഇടും വന്ന് ഇപ്പോൾ ഉണ്ട്, നീ പോയി എടുത്തോണ്ടാ, നമുക്ക് അരച്ചിടാന്ന്. ഞാൻ പോയി അത് പിച്ചിക്കൊണ്ട് വന്ന് കൊടുക്കും, ഉമ്മച്ചാമ്മ അരച്ച് തരും. ഞങ്ങളുടെ കയ്യിലൊക്കെ ഇടും, ഉമ്മച്ചാമ്മയുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ഉമ്മച്ചാമ്മ ഇല്ല, അപ്പം അതുകൊണ്ട് ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. പെരുന്നാളിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പെരുന്നാളിന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ട്, ഫാമിലി ട്രിപ്പ് പോകണം, അതാണ് പെരുന്നാൾ. എവിടെ പോകുന്നത് ഫാമിലി ട്രിപ്പ്? മൂന്നാർ. ഈ വലിയ ഉപ്പമാരുടെ വീട്ടിലൊന്നും പോണ പരിപാടിയൊന്നും ഇല്ല ഇപ്പം? എല്ലാം പോകുമല്ലോ, എല്ലാ പെരുന്നാളും സാധാരണയായിട്ട് പോകും. ഈ പെരുന്നാളും കുറച്ച് വെറൈറ്റി ആയിട്ട് മൂന്നാറോട്. മൈലാഞ്ചി ഒക്കെ നേരത്തെ കിട്ടും തവണ? കുറച്ച് നേരത്തെ ഇട്ടു. അപ്പോൾ പഴയ കാലത്തെ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി പാടി തരാൻ പറ്റുമോ? അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വാ. ആദര കനിമരം ത്വാഹാരസൂലെ ആസ്വരം തരും വരം ഹൈറാൻ സബീല് ആലമിൻ അനുഗ്രഹം നൂറേ കമാല് അലമുൽ ഹുദാനിധി ലിംഗും ജമാല് ആദര കനിമരം ത്വാഹാരസൂലെ ആസ്വരം തരും വരം ഹൈറാൻ സബീല് ആലമിൻ അനുഗ്രഹം നൂറേ കമാല് അലമുൽ ഹുദാനിധി ലിംഗും ജമാല് നബി നബി ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉലകിൻ കലാം കലാം പ്രഭാതേ പ്രഭാമയം കിരണം പ്രപഞ്ച നിരാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദര കനിമരം ത്വാഹാരസൂലെ ആസ്വരം തരും വരം ഹൈറാൻ സബീല് ആലമിൻ അനുഗ്രഹം നൂറേ ജമാല് അലമുൽ ഹുദാനിധി ലിംഗും ജമാല്. പെരുന്നാൾ ആഘോഷ വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ ദീപകിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.